അതെ ഗൈസ്, നമ്മളിന്ന് ഉണ്ടാക്കുന്നത് മസാല സ്വീറ്റ് കോൺ ആണ്. വെറും 3 ഇൻഗ്രീഡിയൻസ് മാത്രമേ ഇതിന് വേണ്ടിയിട്ടുള്ളൂ. വളരെ സിമ്പിളാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് നേരെ കുക്കിംഗ് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഇത് കോണിൻ്റെ പുറത്തുള്ള തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് ഇത് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുക്കായി കഴിഞ്ഞിട്ടൊന്ന് ചൂടാറിയിട്ട് ഇതുപോലെ നമുക്ക് അടർത്തിയെടുക്കാം. ഒന്നെങ്കിൽ കത്തി വെച്ചിട്ട് ചെയ്യുക, അല്ലെങ്കിൽ സ്പൂൺ വെച്ചിട്ട് നല്ലോണം അടർത്തിയെടുക്കാം കേട്ടോ. നിങ്ങൾക്ക് അടർത്തി എടുത്തില്ലെങ്കിൽ ഇതിന്മേൽ തന്നെ മസാല തേച്ചിട്ട് അങ്ങനെ കഴിക്കണമെങ്കിൽ കഴിക്കുക. ഞാനിവിടെ അടർത്തി എടുത്തിട്ട് മസാല തേച്ചിട്ടാണ് കഴിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. ഇനി ഇതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക, കുരുമുളക് പൊടി, പിന്നെ വെളിച്ചെണ്ണ. ഈ 3 ഇൻഗ്രീഡിയൻസ് മാത്രമേ നമ്മൾ ചേർക്കുന്നുള്ളൂ. നിങ്ങളുടെ എരിവിനനുസരിച്ച് കുരുമുളക് ചേർക്കുക. നിങ്ങൾക്ക് ബട്ടറിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ബട്ടർ ചേർക്കാം. ബട്ടർ മെൽറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ വെളിച്ചെണ്ണക്ക് പകരം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. പിന്നെ ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. നമ്മൾ സ്വീറ്റ് കോൺ വേവിക്കേണ്ട സമയത്ത് ഇത്തിരി ഉപ്പ് ഇട്ടിട്ടുണ്ട്, നോക്കിയിട്ട് ചെയ്യാം. പിന്നെ ഇതിൻ്റെ കൂടെ ഇത് നല്ല അടിപൊളി ഗ്രേപ്പ് ജ്യൂസ് കൂടെ നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നല്ല അടിപൊളി ഡിഷാണ്. എല്ലാവരും ഒരു വട്ടെങ്കിലും ട്രൈ ചെയ്ത് നോക്കണേ. Purple.